പശ്ചിമ ബംഗാളിലെ സിലിഗുഡിയിലാണ് ട്രെയിൻ അപകടമുണ്ടായത്. മരണം 15 മരിച്ചവരിൽ 3 പേർ റെയിൽവേ ജീവനക്കാരാണ്. 50 പേർക്ക് പരിക്കേറ്റു. കാഞ്ചൻജംഗ എക്സ്പ്രസ് ഗുഡ്സ് ട്രെയിനുമായി ഇടിച്ചാണ് അപകടമുണ്ടായത്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അപകട സ്ഥലത്തേക്ക് തിരിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേനയും റെയിൽവേയിലെ ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. അപകടം നിർഭാഗ്യകരമെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപ നൽകും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ബൽറാം തൊടിങ്ങാടി ചേരുന്നുണ്ട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, എങ്ങനെയാണ് ഈ അപകടം എന്നതിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ റെയിൽവേ? എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? മരണസംഖ്യ എത്രയായിട്ടുണ്ട് ബൽറാം? ഉന്മേഷ്, അപകടം എങ്ങനെ എന്നതുമായി ബന്ധപ്പെട്ട റെയിൽവേയുടെ ഭാഗത്തു നിന്നും കൃത്യമായ വിശദീകരണം ഇതുവരെയും എത്തിയിട്ടില്ല. ഇക്കാര്യത്തിൽ നോർത്തേൺ ഫ്രോണ്ടിയർ റെയിൽവേ നൽകുന്ന വിശദീകരണം എന്നുള്ളത് സിഗ്നൽ മറികടന്നുകൊണ്ട്, അത് സിഗ്നൽ തെറ്റിച്ചാണോ അബദ്ധത്തിൽ മറികടന്നതാണോ എന്നത് വ്യക്തതയില്ലാത്ത രീതിയിലുള്ള ഒരു വിശദീകരണമാണ് ലഭിക്കുന്നത്. ഈ ചരക്ക് തീവണ്ടി, ഈ പാസഞ്ചർ തീവണ്ടി കാഞ്ചൻജംഗ എക്സ്പ്രസിന് പിന്നിൽ നിന്നും ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് റെയിൽവേ നൽകുന്ന വിശദീകരണം എന്നുള്ളത്. ഇക്കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഔദ്യോഗികമായി എന്താണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക വിശദീകരണം ലഭിക്കുക. നിലവിൽ ഇപ്പോൾ മരണസംഖ്യ 15 ഉയർന്നിരിക്കുന്നു എന്നാണ് റെയിൽവേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. അതിൽ 3 പേർ റെയിൽവേ ഉദ്യോഗസ്ഥരാണ്. 2 പേർ ഈ അപകടത്തിന് ഇടയാക്കിയ ഗൂഡ്സ് ട്രെയിനിന്റെ പൈലറ്റും ലോക്കോ പൈലറ്റും സഹ പൈലറ്റുമാണ്. മറ്റൊരാൾ ഈ കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ ഗാർഡാണ്. അവസാന ബോഗിയിലാണ് ഗാർഡ് ഉണ്ടാവുക എന്നതുകൊണ്ട് തന്നെ ഇടിച്ചു കയറിയത് ഈ ബോഗിയിലേക്കാണ്. ഈ അപകടത്തെ തുടർന്ന് AC കോച്ച് അടക്കമുള്ള കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ നിരവധി കോച്ചുകൾ തകർക്കുകയും പ്രദേശത്ത് പാളത്തിൽ നിന്നും തെറിച്ച് മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ ഗൂഡ്സ് ട്രെയിനിന്റെ ഒരു ബോഗി ഇടിച്ചു കയറി കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ മുകളിൽ നിലയുറപ്പിച്ച നിലയിലാണ് അപകട സ്ഥലത്ത് ഉള്ളത്. ഈ രക്ഷാപ്രവർത്തനം മേഖലയിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കാരണം നിരവധി കോച്ചുകൾ പൂർണ്ണമായും തകർന്ന നിലയിലുണ്ട്. ഇതിനുള്ളിൽ ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന നിഗമനത്തിലാണ് ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കമുള്ളവർ അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും പ്രധാനമന്ത്രി അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ അപകടത്തെ അതീവ ദൗർഭാഗ്യകരം എന്ന് വിശേഷിപ്പിച്ച റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞതായും ഉന്നത ഉദ്യോഗസ്ഥർ ഈ സംഭവ സ്ഥലം സന്ദർശിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അപകട സ്ഥലത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നുള്ള റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പം ഈ സംഭവ സ്ഥലത്തേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. രക്ഷാപ്രവർത്തനവും മറ്റ് ഈ ട്രാക്ക് പുനഃസ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികൾ ഉന്നത ഉദ്യോഗസ്ഥരായിരിക്കും ഏകോപിപ്പിക്കുക. ഈ അപകടമുണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അപകട സ്ഥലത്തേക്ക് പ്രത്യേക സംഘത്തെ അയച്ചിരുന്നു. കൂടാതെ ഡാർജിലിംഗ് ജില്ലാ കളക്ടർക്ക് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകുകയും ഡോക്ടർമാർ അടക്കമുള്ള വിദഗ്ധ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആംബുലൻസുകളും പ്രദേശത്ത് എത്തിയിരിക്കുന്നു. ഈ മേഖലയിൽ ഈ അപകടം നടന്ന പ്രദേശം സാങ്കേതികമായി ഡാർജിലിംഗ് ജില്ലയിൽ ഉൾപ്പെടുന്നതാണെങ്കിലും സിലിഗുഡിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ സിലിഗുഡിയിലെ ആശുപത്രിയിലാണ് പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ആദ്യഘട്ടത്തിൽ 25ഓളം പേർക്ക് പരിക്ക് എന്നാണെങ്കിൽ നിലവിൽ ഇപ്പോൾ 50 പേർ ആശുപത്രിയിൽ എത്തിയതായാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്ക് എന്നുള്ളത്. ഈ സംഖ്യ ഇനിയും ഉയർന്നേക്കും എന്ന് തന്നെയാണ് പ്രാദേശികമായി ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം പ്രദേശത്ത് പുരോഗമിക്കുകയാണ്. അപകടത്തിന്റെ കാരണം സംബന്ധിച്ചുള്ള ഔദ്യോഗിക വിശദീകരണം അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷ്. ശരി ബൽറാം തൊടിങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മരണസംഖ്യ 15 എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. വലിയ അപകടങ്ങളുടെ തുടർക്കഥ തന്നെ. മരിച്ചവർക്ക് ആദരാഞ്ജലികൾ എന്ന് ലില്ലി പ്രതികരണമായി അറിയിക്കുന്നുണ്ട്. വിനീത് നാരായണൻകുട്ടി ചോദിക്കുന്നത് സിഗ്നൽ തകരാറാണോ കാരണം എന്നുള്ളതാണ്. രാജേന്ദ്രൻ വയല പറയുന്നു അപകടങ്ങൾ തുടർക്കഥയാവുന്നു, സുരക്ഷാ വീഴ്ച വളരെയാണ് എന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ കാരണമെന്ന് കൃത്യമായി റെയിൽവേ ഔദ്യോഗികമായി വിശദീകരിക്കുന്നില്ല. അത്തരമൊരു വിശദീകരണം വരുന്ന ഘട്ടത്തിൽ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും.